ഗുഡ് മോർണിംഗ്. ഇംപ്രൂവ്മെൻറ്റ്സ് V2 വീഡിയോ ഇംഗ്ലീഷ് ഗ്രാമർ. നമ്മൾ കഴിഞ്ഞ ദിവസം V1 വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. ഇതിപ്പോൾ V2 രണ്ടാമത്തെ വീഡിയോ ആണ്, ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ രണ്ടാമത്തെ വീഡിയോ. അന്ന് പഠിപ്പിക്കാൻ തുടങ്ങിയ ഭാഗത്ത് നമ്മൾ എത്തിയിട്ടില്ല. ഇഫ് ക്ലാസ്സാണ് പഠിപ്പിക്കാൻ തുടങ്ങിയത്, അവിടെ എത്തിയിട്ടില്ല. പക്ഷേ പൊതുവിൽ ഇംഗ്ലീഷിന് വേണ്ടുന്ന ചില കാര്യങ്ങളാണ് ഞാൻ അന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ടെൻസ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും. നിങ്ങൾ അന്ന് വല്ലതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതെടുത്തൊന്ന് നോക്കണം. ഞാൻ ഇപ്പോഴും നിങ്ങളോട് പറയുന്നു, ഇപ്പോൾ നിങ്ങൾ വീഡിയോ കേൾക്കാനിരിക്കുമ്പോഴത്തേക്ക് ഓപ്പൺ യുവർ ബുക്ക്. ഓൾ ഓഫ് യു പ്ലീസ് ഓപ്പൺ യുവർ ബുക്ക്. അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ നിങ്ങൾ എഴുതി വയ്ക്കാനും കൂടെ നോക്കണം. കാരണം എല്ലാം ഇപ്പോൾ എനിക്ക് ബോർഡിൽ എഴുതാൻ പറ്റില്ല. കാരണം അങ്ങനെ എഴുതിയാൽ ഈ വീഡിയോ വളരെ ലോങ് ആയി പോകും. അപ്പം നിങ്ങൾ അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ എഴുതിക്കണം. അപ്പം ഞാൻ പറഞ്ഞു തന്നത്, ഒരു സെൻറ്റൻസ് പ്രസൻറ്റ് ടെൻസിലാണെങ്കിൽ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും, അതിനൊരു ട്രിക്ക് എന്നുള്ളതിലേക്ക്. യഥാർത്ഥത്തിൽ ഇത് വലിയ ട്രിക്കൊന്നും അല്ല. അതൊരു ട്രിക്ക് എന്നുള്ളതിലേക്ക് ഞാൻ ഇങ്ങനെ പറഞ്ഞു. ഒരു സെൻറ്റൻസ് പ്രസൻറ്റ് ടെൻസ് ആണെങ്കിൽ ആ ടെൻസിൽ അതിൻ്റെ വെർബ് ഒന്നുകിൽ V1 ഫോമിന് ആയിരിക്കും, വെർബിനോടൊപ്പം ഈസ് ആർ അതിലേതെങ്കിലും കടന്നു വരാം, അല്ലെങ്കിൽ വെർബിനോടൊപ്പം ഹാവ് ഓർ ഹാസ് കടന്നു വരാം, വെർബിനോടൊപ്പം ഡു ഓർ ഡസ് കടന്നു വരാം. ഇത്രയും ഉണ്ടെങ്കിൽ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തുകൊള്ളുക, ദ ഗിവൺ സെൻറ്റൻസ് ഈസ് റിട്ടൺ ഇൻ പ്രസൻറ്റ് ടെൻസ്. ഏതോ ഒരു ഫോം, പ്രസൻറ്റ് ടെൻസിൻ്റെ ഏതോ ഒരു ഫോം. പ്രസൻറ്റ് സിമ്പിൾ പ്രസൻറ്റ് ആകാം, പ്രസൻറ്റ് കണ്ടിന്യൂസ് ആകാം, പ്രസൻറ്റ് പെർഫെക്റ്റ് ആകാം, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആകാം. വെർബിന് പ്രസൻറ്റ് ടെൻസിന് 4 ഫോമാണല്ലോ ഉള്ളത്. എല്ലാ ടെൻസിനും 4 ഫോമാണുള്ളത്. സിമ്പിൾ പ്രസൻറ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നെ പറയാം. എന്തായാലും ടെൻസ് വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ടെൻസിൻ്റെ കാര്യം ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നില്ല. എങ്കിലും ടെൻസ് പ്രസൻറ്റ് ടെൻസ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ദിസ് ഈസ് ദ മെത്തേഡ്. V1 ഫോം ഈസ് പ്രസൻറ്റ് ടെൻസ്. ഈസാമാർ ഇവിടെ ചേർന്ന് വരികയാണെങ്കിൽ ദാറ്റ് ഈസ് പ്രസൻറ്റ് ടെൻസ്. ഹാവ് ഓർ ഹാസ് ചേർന്ന് വരികയാണെങ്കിൽ ദാറ്റ് ഈസ് പ്രസൻറ്റ് ടെൻസ്. ഡു ഓർ ഡസ് ചേർന്ന് വരികയാണെങ്കിൽ ദാറ്റ് ഈസ് പ്രസൻറ്റ് ടെൻസ്. അപ്പോൾ ഇനി ഞാൻ പാസ്റ്റ് ടെൻസിലേക്ക് പോവുകയാണ്. പാസ്റ്റ് ടെൻസ് നിങ്ങൾക്ക് തന്നെ ഇനിയിപ്പോൾ ഏകദേശം ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. പാസ്റ്റ് ടെൻസ് എങ്ങനെ കണ്ടുപിടിക്കും? ഇതിൻ്റെ ഇപ്പം ഞാൻ പറഞ്ഞതിൻ്റെ എല്ലാത്തിൻ്റെയും പാസ്റ്റ് ഫോം വരണം. ഇപ്പോൾ ഉദാഹരണമായിട്ട് V1 പാസ്റ്റ് ഫോം V2, ഈസ് ആറിൻ്റെ പാസ്റ്റ് ഫോം വാസ് വെയർ, ഹാവ് ഹാസിന് ഒറ്റ പാസ്റ്റ് ഫോമേ ഉള്ളൂ ഹാഡ്, ഡു ഡസിന് ഒറ്റ പാസ്റ്റ് ഫോമേ ഉള്ളൂ ഡിഡ്. ഞാനിവിടെ പറഞ്ഞത് V1 വന്നാൽ പ്രസൻറ്റ് ടെൻസ്, അങ്ങനെയാണെങ്കിൽ V2 വന്നാൽ പാസ്റ്റ് ടെൻസ്. V1 വന്നാൽ പ്രസൻറ്റ് ടെൻസ്, V2 വന്നാൽ പാസ്റ്റ് ടെൻസ്. ഈസ് ആർ വന്നാൽ പ്രസൻറ്റ് ടെൻസ്, വാസ് വെയർ വന്നാൽ പാസ്റ്റ് ടെൻസ്. ഹാവ് ഹാസ് വന്നാൽ പ്രസൻറ്റ് ടെൻസ്, ഹാഡ് വന്നാൽ പാസ്റ്റ് ടെൻസ്. ഡു ഡസ് വന്നാൽ പ്രസൻറ്റ് ടെൻസ്, അതിന് രണ്ടിനും കൂടെ ചേർന്ന് ഒറ്റ പാസ്റ്റ് ടെൻസേ ഉള്ളൂ ഡിഡ് വന്നാൽ പാസ്റ്റ് ടെൻസ്. ഇത്രയേ ഉള്ളൂ അതിന് പഠിക്കാനുള്ളത്. അതുകൊണ്ട് പഠിക്കാൻ പാടുള്ളത് ഈ പ്രസൻറ്റ് ടെൻസ് പഠിച്ചു കഴിഞ്ഞാൽ പാസ്റ്റ് ടെൻസ് പഠിക്കാനായിട്ട് വലിയ പാടൊന്നുമില്ല. V2 പ്ലേഡ്, V2 പ്ലേഡ്. സ്റ്റഡിയുടെ V2 സ്റ്റഡീഡ്. ഓപ്പണിൻ്റെ V2 ഓപ്പൺഡ്. ടേക്കിൻ്റെ V2 ടുക്ക്, ടേക്ക് ടുക്ക് ടേക്കൺ. ഗിവിൻ്റെ V2 ഗേവ്, ഗിവ് ഗേവ് ഗിവൺ. മേക്കിൻ്റെ V2 ഉണ്ടാക്കുക, മേക്ക് ഈസ് ഈക്വൽ ടു ഉണ്ടാക്കുക. മേക്ക് മെയ്ഡ് മെയ്ഡ്. അതിൽ മെയ്ഡ് എന്ന് മേക്കെന്ന് വന്നു കഴിഞ്ഞാൽ പ്രസൻറ്റ് ടെൻസ്, മെയ്ഡ് എന്ന് വന്നു കഴിഞ്ഞാൽ പാസ്റ്റ് ടെൻസ് അല്ലേ. റൈറ്റ് എഴുതുക, റൈറ്റ് റോട്ട് റിട്ടൺ. അതിൻ്റെ ഫോം ഇതാണ്, റൈറ്റ് റോട്ട് റിട്ടൺ. WRITE റൈറ്റ്, WROTE റോട്ട്, WRITTE റിട്ടൺ. അപ്പോൾ റൈറ്റ് വന്നാൽ പ്രസൻറ്റ് ടെൻസ്, റോട്ട് വന്നാൽ പാസ്റ്റ് ടെൻസ് അല്ലേ. അങ്ങനെ വരുന്ന വാക്കുകൾ, പല വാക്കുകളും ഇങ്ങനെ നമുക്ക് ചിലതിലൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുമായിരിക്കും. എന്തായാലും പരീക്ഷയ്ക്ക് അത്ര വളരെ ഡിഫിക്കൽട്ട് വേർഡ്സ് ഒന്നും നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും നിങ്ങൾ കുറേ വാക്കുകളുടെ, കുറേ വെർബുകളുടെ ഫോംസ് പഠിച്ചു വയ്ക്കണം. വെർബുകളുടെ ഫോംസ് പഠിച്ചു വയ്ക്കണം. V1 ഫോം, V2 ഫോം, V3 ഫോംസ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഏതൊരു സെൻറ്റൻസിലാണോ V2 പ്രയോഗിച്ചിരിക്കുന്നത് അത് ആ സെൻറ്റൻസ് എഴുതിയിരിക്കുന്ന പാസ്റ്റ് ടെൻസ് ആണ്. ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. പ്രസൻറ്റ് ടെൻസിലാണെങ്കിൽ ഇവിടെ പ്രസൻറ്റ് ടെൻസിൽ
ഒരു എസ് ചേർത്തൊരു കളിയുണ്ട്. പ്ലേ പ്ലേസ്, ഗോ ഗോസ്, ഓപ്പൺ ഓപ്പൺസ്, മേക്ക് മേക്സ്. ഇത് രണ്ട് പ്രസൻറ്റൻസ് ആണ്. പാസ്റ്റ് ടെൻസിൽ പിന്നെ അങ്ങനെ ഒരു കളിയില്ല. ഒറ്റ പാസ്റ്റ് ടെൻസേ വരൂ. പ്ലേ പ്ലേഡ്, അവിടെ എസ് ഒന്നും ഇനി ചേരൂല. പ്ലേ പ്ലേഡ്, മേക്ക് മെയ്ഡ്, സ്റ്റഡി സ്റ്റഡീഡ്, ലേൺ ലേൺഡ്, ഗീവ് ഗേവ്, ടേക്ക് ടുക്ക്. ഒരു മാറ്റമില്ല. സംഭവം അത് കുറച്ചുകൂടെ ഈസിയാണ്. എനിക്ക് തോന്നുന്നു പ്രസൻറ്റൻസിനെക്കാളും കുറെ കൂടെ ഈസിയാണ് പാസ്റ്റ് ടെൻസ്. അതുപോലെ പ്രസന്റ് ടെൻസ് ഈസ് ആം ആർ. ഈസിനും ആമിനും ആറിനും കൂടി ചേർന്നുകൊണ്ട് രണ്ട് പാസ്റ്റ് ടെൻസേ ഉള്ളൂ, മൂന്ന് പാസ്റ്റ് ടെൻസ് ഇല്ല. ഈസിൻ്റെയും ആമിൻ്റെയും പാസ്റ്റ് ടെൻസ് ഇത് രണ്ടിൻ്റെയും കൂടെ ഈ ഒരു വാക്കാണ്, വാസാണ്. ആറിൻ്റെ പാസ്റ്റ് ടെൻസ് വേറാണ്. അപ്പം നേരത്തെ നിങ്ങൾ ഈസ് പ്രയോഗിച്ച സ്ഥാനത്ത് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ വാസ് പ്രയോഗിക്കണം. നേരത്തെ ആം പ്രയോഗിച്ച സ്ഥാനത്ത് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ വാസ് പ്രയോഗിക്കണം. നേരത്തെ ആറ് പ്രയോഗിച്ച സ്ഥാനത്ത് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ വേറെ പ്രയോഗിക്കണം. ഉദാഹരണമായിട്ട് ഐ ആം എ ടീച്ചർ. ആ സെന്റൻസിന് ഹൗ വിൽ യു ചേഞ്ച് ഇൻ ടു പാസ്റ്റ് ടെൻസ്? ഐ വാസ് എ ടീച്ചർ. അല്ലേ? യു ആർ എ ബോയ്. ഹൗ വിൽ യു ചേഞ്ച് ഇൻ ടു പാസ്റ്റ് ടെൻസ്? യു വേർ എ ബോയ്. അല്ലേ? ഐ ആം ഗോയിങ് ടു സ്കൂൾ. ചേഞ്ച് ഇൻ ടു പാസ്റ്റ് ടെൻസ്? I am going to school. Change into past tense. I was going to school. She is waiting me. She is waiting me. Change into past tense. She was waiting me. They are playing well. Change into past tense. Are in the past tense ഉപയോഗിക്കണം. They are playing well. They were playing well. അപ്പം അവിടെ ഇത്രമാത്രം മാറ്റമേ വരുന്നുള്ളൂ. ഈ ആം ആറിന് കറസ്പോണ്ടിങ് ആയിട്ട് പാസ്റ്റ് ടെൻസ് എടുക്കുമ്പോൾ മൂന്ന് വാക്കുകളില്ല, രണ്ട് വാക്കുകളേ ഉള്ളൂ. ഒന്ന് വാസും ഒന്ന് വേറും. അപ്പം അത് ഒരു പ്രത്യേകതയാണ്. വാസ് ആൻഡ് വേർ എന്ന് പറയുന്നത് രണ്ട് പാസ്റ്റ് ടെൻസേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ഇവിടെ ഹാവ് ഹാസും വന്നാൽ പ്രസന്റ് ടെൻസിൽ രണ്ട് ഫോമുണ്ട്, പാസ്റ്റ് ടെൻസിൽ ഒറ്റ ഫോമേ ഉള്ളൂ. ഹാഡ് എന്ന് പറയുന്നത് ഒറ്റ ഫോമേ ഉള്ളൂ. ഇപ്പം പ്രസന്റ് ടെൻസിലാണെങ്കിൽ ഉപയോഗിക്കും ഐ ഹാവ് എ ബ്രദർ. പാസ്റ്റ് ടെൻസിൽ അതെങ്ങനെ പറയും? ഇപ്പോഴത്തെ കാര്യമില്ല, പഴയ കാര്യം. ഐ ഹാഡ് എ ബ്രദർ. അല്ലേ? ഐ ഹാവ് എ കാർ. പാസ്റ്റ് ടെൻസിൽ ഐ ഹാഡ് എ കാർ. അപ്പോൾ സെന്റൻസിന് മീനിങ്ങിലുണ്ടാകുന്ന വ്യത്യാസം. ഐ ഹാവ് എ കാർ, എനിക്കൊരു കാറുണ്ട്, ഇപ്പം ഉണ്ട്. പക്ഷേ ആ ഹാവിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ ഹാഡ് എന്ന് മാറ്റി എഴുതിയാൽ ഐ ഹാഡ് എ കാർ, എനിക്കൊരു കാറ് ഉണ്ടായിരുന്നു. അപ്പം ഇപ്പം ഇല്ല, നിലവിലിപ്പം ഇല്ല. ഐ ഹാവ് എ ജോബ്. ഐ ഹാവ് എ ജോബ്, എനിക്കൊരു ജോലി ഉണ്ട്. പക്ഷേ ആ ഹാവിൻ്റെ സ്ഥാനത്ത് ഹാഡ് വന്നാൽ ഐ ഹാഡ് എ ജോബ്, എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു. അപ്പം ഇപ്പം ഇല്ല. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഹാവിന് ഹാസിനും കൂടെ ചേർത്താൽ അതിൻ്റെ പാസ്റ്റ് ഫോം ഹാഡ്. ഡൂൺ ഡസും കൂടെ ചേർത്താൽ അതിൻ്റെ പാസ്റ്റ് ഫോം ഡിഡ്. ഉദാഹരണമായിട്ട് പ്രസന്റ് ഫോമിൽ പറഞ്ഞാൽ ഐ ഡു മൈ വർക്ക്. Please change into past form. I did my work. We do our work. Please change into past form. We did our work. You do your work. Please change into past form. You did your work. വീണ്ടും he does his work. Change into past form. He did his work. She does her work. Please change into past form. She did her work. They do their work. The past form is they do their work. അതിൻ്റെ പാസ്റ്റ് ഫോം they did their work. ഞാൻ ഈ പറയുന്നതൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക. ഇത് പലപ്പോഴും നമുക്ക് എഡിറ്റിങ്ങിൽ അപ്ലൈ ചെയ്യേണ്ടി വരും. നിങ്ങൾ എപ്പോഴും ഓർമ്മിക്കണം, എഡിറ്റിങ്ങിന് മാത്രമായി ഒരു ഗ്രാമർ ഇല്ല. പകരം ഗ്രാമറിൻ്റെ എല്ലാ ടോപ്പിക്സും ഒരുവിധം അറിഞ്ഞാലേ എഡിറ്റിംഗ് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. അല്ലാതെ അതിൻ്റെ പലപ്പോഴും പിള്ളേർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, സാർ ഒത്തിരി എഡിറ്റിംഗ് പറഞ്ഞാൽ സാർ, ഒത്തിരി എഡിറ്റിംഗ് പറഞ്ഞാൽ സാർ. അതവർക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടാണ്. എഡിറ്റിംഗ് അങ്ങനെയല്ല. ഗ്രാമറിൻ്റെ എല്ലാ ഭാവവും കൂടെ അറിയുമ്പോൾ മാത്രമേ എഡിറ്റിംഗ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഗ്രാമറിൽ ഞാനിപ്പോൾ ഈ പറഞ്ഞതെല്ലാം എഡിറ്റിംഗും കൂടെ വേണ്ടിയാണ്, അല്ലാതെ ഇഫ് ക്ലാസ്സിന് വേണ്ടി മാത്രമല്ല. ദിസ് ഈസ് ആപ്ലിക്കബിൾ ഫോർ എഡിറ്റിംഗ് ക്വസ്റ്റ്യൻസ് ഓൾസോ.
അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് V2 ഫോം ഈസ് പാസ്റ്റ് ടെൻസ്, വാസ് വെയർ ഈസ് പാസ്റ്റ് ടെൻസ്, ഹാഡ് ഈസ് പാസ്റ്റ് ടെൻസ്, ഡിഡ് ഈസ് പാസ്റ്റ് ടെൻസ്. ഇതിൽ വാസ് വെയർ ഹാഡ് ഡിഡ് എന്നൊക്കെ പറയുന്നത് ഓക്സിലറി വെർബ്. അപ്പോൾ V2 കൂടാതെ ഈ ഓക്സിലറി വെർബ് ഏതെങ്കിലും ഒരു സെൻറ്റൻസിൽ ചേർന്ന് വന്നാൽ ആ സെൻറ്റൻസ് പാസ്റ്റ് ടെൻസ് ആണ് എന്ന് കണ്ടുപിടിക്കണം. ഇനി അടുത്ത് ഞാൻ ഫ്യൂച്ചർ ടെൻസിലേക്ക് പോവുകയാണ്. ഫ്യൂച്ചർ ടെൻസ്. ഫ്യൂച്ചർ ടെൻസിൽ നിങ്ങൾ ഓർത്തോളുക, ഈ രണ്ട് വാക്കുകളിൽ ഏതെങ്കിലും ഒന്ന് ചേർന്ന് വരും. വിൽ ഓർ ഷാൽ. ഇത് രണ്ടും ഓക്സിലറി വെർബാണ്. ഒന്നുകിൽ വിൽ എന്ന് വരും, അല്ലെങ്കിൽ ഷാൽ എന്ന് വരും. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നില്ലാതെ ഫ്യൂച്ചർ ടെൻസ് ഉണ്ടാക്കാൻ കഴിയില്ല. ഒന്നുകിൽ വിൽ ഉണ്ടാകണം, അല്ലെങ്കിൽ ഷാൽ ഉണ്ടാകണം. അല്ലാതെ യു കനോട്ട് മേക്ക് ഫ്യൂച്ചർ ടെൻസ്. അല്ല, ഫ്യൂച്ചർ ടെൻസ് ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. അവിടെ ഞാൻ ഒരു കാര്യം കൂടെ പിന്നെയും ഓർമ്മിപ്പിക്കുന്നു. വില്ലോ ഷാലോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചർ ടെൻസിനാണ്. വില്ലോ ഷാലോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് V1 ഫോമേ ഉപയോഗിക്കാവൂ, V2 ഫോം ഒരിക്കലും ഉപയോഗിക്കരുത്. ഇത് എഡിറ്റിങ്ങിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. V1 അപ്പുറത്തായിട്ട് V1 ശേഷം V2 ഫോം ഉപയോഗിക്കാൻ പാടില്ല. ഓൾവേസ് V1 ഫോം. അതതിൻ്റെ ഒറിജിനൽ ഫോം തന്നെ വേണം. പ്ലേയുടെ ഒറിജിനൽ ഫോം പ്ലേ. പക്ഷേ എസും കൂടെ ഇട്ടാൽ ഒറിജിനൽ ഫോം അല്ല, പ്ലേസ് അല്ല. പ്ലേസ് ഒറിജിനൽ ഫോം അല്ല, പ്ലേ ആണ് ഒറിജിനൽ ഫോം. ഗോ എന്ന് പറയുന്നതാണ് ഒറിജിനൽ ഫോം. ഗോസ് ഒറിജിനൽ ഫോം അല്ല. ഗോയും ഗോസും ഒന്നാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. പക്ഷേ അതിൻ്റെ ഒറിജിനൽ ഫോം, അതിൻ്റെ റൂട്ട് ഫോം, ഒറിജിനൽ ഫോം എന്നല്ല ഗ്രാമറിൽ പറയുന്നത്, റൂട്ട് ഫോം എന്നാണ്. അതിൻ്റെ റൂട്ട് ഫോം എന്ന് പറയുന്നത് ആദ്യത്തെ ആ വാക്ക് തന്നെയാണ്. എസ് ഒന്നും ചേർക്കാത്ത, എസോ ഇഡിയോ ഒന്നും ചേർക്കാത്ത ഭാഗത്തിനെയാണ് അതിൻ്റെ റൂട്ട് വേർഡ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് വില്ലോ ഷാലോ വന്നു കഴിഞ്ഞാൽ, വില്ലോ ഷാലോ വന്നിട്ട് അതിൻ്റെ പിന്നാലെ വെർബിൻ്റെ റൂട്ട് ഫോം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പ്രസന്റ് ടെൻസായി. അത് ഫ്യൂച്ചർ ടെൻസായി. ഫ്യൂച്ചർ ടെൻസിൽ കൂടുതലൊന്നും പറയാനില്ല. ഉദാഹരണമായിട്ട് ഞാൻ അവിടെ പോകും. നിങ്ങൾക്കത് രണ്ട് രീതി പറയാം. ഐ വിൽ ഗോ ദെയർ ഓർ ഐ ഷാൾ ഗോ ദെയർ. അപ്പോൾ അവിടെ നിങ്ങളൊരു ചോദ്യം ചോദിക്കും, സാറേ ഇത് ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ അറിയാം. ഐ വിൽ ഗോ ദെയർ, ഐ ഷാൾ ഗോ ദെയർ രണ്ടും ഒന്ന് തന്നെയാണോ? രണ്ടും ഒന്നല്ല. എങ്കിലും മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ രണ്ടും ഒന്നാണ്. ഇംഗ്ലീഷിൽ രണ്ടും രണ്ടാണ്. അതെന്താണ് ഇതിൻ്റെ വ്യത്യാസം, വില്ലും ഷാലും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. കാരണം ഇപ്പം പറഞ്ഞാൽ നമ്മുടെ സബ്ജക്റ്റ് നിന്ന് മാറിപ്പോകും. അതുകൊണ്ട് ഞാനിപ്പോൾ അത് പറയുന്നില്ല. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ഓർമ്മിക്കുക, വില്ലോ ഷാലോ ഇല്ലാതെ നോ ബഡി ക്യാൻ മേക്ക് ഫ്യൂച്ചർ ടെൻസ്. അതല്ലെങ്കിൽ ഫ്യൂച്ചർ ടെൻസിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത്, ഫ്യൂച്ചർ ടെൻസിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് വില്ലോ ഷാലോ ആണ്. ഒരു സെൻറ്റൻസ് എഴുതിയിരുന്നാൽ ഹൗ വിൽ യു ഐഡൻറ്റിഫൈ ദാറ്റ് ഇറ്റ് ഈസ് ഇൻ ഫ്യൂച്ചർ ടെൻസ്? അത് ഫ്യൂച്ചർ ടെൻസ് ആണെന്ന് നിങ്ങൾ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും? അതിനിതേ പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. ഫ്യൂച്ചർ ടെൻസ് ആണെങ്കിൽ അതിനകത്ത് വില്ലോ ഷാലോ ഏതെങ്കിലും ഒന്ന് കാണും. ഉദാഹരണമായിട്ട് ഐ വിൽ ഗോ ടുമാറോ, ഞാൻ നാളെ പോയി എന്നല്ല, ഞാൻ നാളെ പോകും. അല്ലേ? ഹി വിൽ കോൾ മീ, ഹി വിൽ കോൾ മീ, അവൻ എന്നെ വിളിച്ചു എന്നല്ല, അവൻ എന്നെ വിളിക്കും. അല്ലേ? ഷി വിൽ പാസ് ദ എക്സാമിനേഷൻ, ഷി വിൽ പാസ് ദ എക്സാമിനേഷൻ. ആവശ്യമുള്ളവരൊക്കെ ഈ സെൻറ്റൻസുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എഴുതി വെച്ചോണം. ഷി വിൽ പാസ് ദ എക്സാമിനേഷൻ, അവൾ പരീക്ഷ പാസ്സായി എന്നല്ല, അവൾ പരീക്ഷ പാസ്സാകും. അല്ലേ? ആൻഡ് ഹി വിൽ ഡ്രൈവ് ദ കാർ, ഹി വിൽ ഡ്രൈവ് ദ കാർ, അവൻ കാർ ഓടിച്ചു എന്നല്ല, അവൻ കാർ ഓടിക്കും. ഹി വിൽ ഡ്രൈവ് ദ കാർ, അവൻ കാർ ഓടിക്കും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഫ്യൂച്ചർ ടെൻസ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഓക്സിലറി വെർബുകളിൽ ഏതെങ്കിലും ഒന്ന് വെർബിൻ്റെ റൂട്ട് വേർഡിന് മുന്നിൽ വന്നിരിക്കണം. ഐ വിൽ പ്ലേ ടെന്നീസ്, ആ പ്ലേയുടെ മുന്നിൽ വില്ലോ ഷാലോ വന്നിരിക്കുന്നു. അപ്പോൾ അത് ഫ്യൂച്ചർ ടെൻസ് ആണ്. ഇങ്ങനെയാണ് നമ്മളൊരു സെൻറ്റൻസിൽ എൻ്റെ ടെൻസ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന സിമ്പിൾ മെത്തേഡ്. ഇത് തുടക്കക്കാർക്ക് വേണ്ടിയുള്ളതാണ്. നമ്മൾ ഗ്രാമറിൻ്റെ മുകളിലോട്ട് പഠിക്കുമ്പോൾ ഇതൊക്കെ അവർക്കറിയാമല്ലോ. അപ്പോൾ നമ്മൾ വേറെ കുറച്ചുകൂടെയൊക്കെ സീരിയസ് ആയ കാര്യങ്ങൾ പറയേണ്ടി വരും. ഇപ്പോൾ നിങ്ങൾ തുടക്കക്കാരെന്നുള്ള നിലയ്ക്ക് ഇത്രയെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഒരു സെൻറ്റൻസ് പ്രസൻസ് ആണെങ്കിൽ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം? അതിൻ്റെ ഉത്തരം V1 ഫോമിലായിരിക്കും.
അല്ലെങ്കിൽ ഈസാമാർ എന്ന് പറയുന്ന ഓക്സിലറി വെർബ് കാണും, അല്ലെങ്കിൽ ഹാവ് ഓർ ഹാസ് എന്ന് പറയുന്ന ഓക്സിലറി വെർബ് കാണും, അല്ലെങ്കിൽ ഡു ഡസ് എന്ന് പറയുന്ന ഓക്സിലറി വെർബ് കാണും. ഒരു സെന്റൻസ് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം? ആ സെന്റൻസിന്റെ വെർബ് V2 ഫോമിലായിരിക്കാം, അല്ലെങ്കിൽ വാസ് വെയർ എന്ന് പറയുന്ന ഓക്സിലറി വെർബ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഹാഡ് എന്ന് പറയുന്ന ഓക്സിലറി വെർബ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഡിഡ് എന്ന് പറയുന്ന ഓക്സിലറി വെർബ് ഉണ്ടായിരിക്കും. ഒരു സെന്റൻസ് ഫ്യൂച്ചർ ടെൻസ് ആണെന്ന് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം? ആ വെർബിന്റെ കൂടെ വില്ലെന്നോ ഷാലെന്നോ ഉള്ള 2 ഓക്സിലറി വെർബുകൾ ഏതെങ്കിലും ഒന്നുണ്ടായിരിക്കും. ഇത്രയും നിങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ബാക്കി കാര്യത്തെക്കുറിച്ച് പറയാൻ പറ്റൂ. ഇത് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ബാക്കി കാര്യങ്ങളെക്കുറിച്ച് പറയാൻ പറ്റത്തുള്ളൂ. ഞാനിപ്പോൾ ഇനി ഇഫ് ക്ലാസ്സിലേക്ക് വരികയാണ്. അതാണല്ലോ നമ്മുടെ ടോപ്പിക്കും. നിങ്ങൾക്ക് ഗ്രാമറിൽ സംശയമുള്ള ടോപ്പിക് എന്നുള്ള നിലയ്ക്ക് നിങ്ങളിവിടെ ഇൻഫോം ചെയ്ത ഒരു ടോപ്പിക്കാണ് ഇഫ് ക്ലാസ്. അതുകൊണ്ടാണ് ഇഫ് ക്ലാസ് എടുക്കുന്നത്. ഇനി വേറെയും ഏതെങ്കിലും ടോപ്പിക്കുകൾ നിങ്ങൾക്ക് സംശയമുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഓഫീസിൽ ഇൻഫോം ചെയ്താൽ ആ ടോപ്പിക്ക് മാത്രമായിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം. ഇതിപ്പോൾ നിങ്ങൾ ആരൊക്കെയോ ഇൻഫോം ചെയ്ത ഒരു ടോപ്പിക് ആയതുകൊണ്ടാണ് ഇതെടുക്കുന്നത്. ഞാൻ പറഞ്ഞു ഇഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേര് തന്നെ, ഇഫ് ചേർന്ന് വരുന്ന സെന്റൻസിനെ പറയുന്ന പേര് തന്നെ കണ്ടീഷണൽ സെന്റൻസ് എന്നാണ്. കണ്ടീഷണൽ സെന്റൻസ് അർത്ഥം മനസ്സിലായല്ലോ. കണ്ടീഷണൽ സെന്റൻസ് ഒരു കണ്ടീഷൻ വെച്ച് പറയുന്ന സെന്റൻസിനെയാണ് കണ്ടീഷണൽ സെന്റൻസ് എന്ന് പറയുന്നത്. ഒരു കണ്ടീഷൻ വെച്ചു പറയുന്ന സെന്റൻസിനെയാണ് കണ്ടീഷണൽ സെന്റൻസ് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് ഞാനൊരു സെന്റൻസ് എഴുതാം. ഞാനൊരു സെന്റൻസ് പറയാം. വേണ്ട, ഞാൻ ആ സെന്റൻസ് എഴുതാം. കാരണം എഴുതുന്നതിൻ്റെ കാര്യം നിങ്ങൾ ആ സെന്റൻസ് ഒന്ന് കേൾക്കാൻ വേണ്ടിയാണ്. ഞാനിവിടെ ഒരു സെന്റൻസ് എഴുതിയേക്കാണ്. നിങ്ങൾക്ക് ബോർഡ് വായിക്കാൻ കഴിയുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ഇഫ് യു പേ ദ ഫീസ് വി വിൽ ടീച്ച് യു. ഇതാണ് എൻ്റെ സെന്റൻസ്. ഇഫ് യു പേ ദ ഫീസ് വി വിൽ ടീച്ച് യു. സെന്റൻസിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. ഒരുപക്ഷെ സെന്റൻസ് ഇതായതുകൊണ്ട് ഇതിൻ്റെ അർത്ഥം മനസ്സിലായില്ല നിങ്ങൾ നടിക്കുന്നവരും ഉണ്ടാകാം. ഇഫ് യു പേ ദ ഫീസ് വി വിൽ ടീച്ച് യു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്തുവാ? നിങ്ങൾ ഫീസ് കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കും. നിങ്ങൾ ഫീസ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ നിങ്ങളെ പഠിപ്പിക്കും. അപ്പം നമ്മൾ നിങ്ങളെ പഠിപ്പിക്കും. ബട്ട് ദെയർ ഈസ് എ കണ്ടീഷൻ. നമ്മൾ നിങ്ങളെ പഠിപ്പിക്കും. അത് ഉറപ്പാ. വി വിൽ ടീച്ച് യു. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. ഇഫ് യു പേ ദ ഫീസ്, നിങ്ങൾ ഫീസ് കൊടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഈ കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾ പഠിപ്പിക്കും ഒരു കണ്ടീഷൻ വെച്ച് സംസാരിക്കുന്ന സെന്റൻസ് ആണ്. അതുകൊണ്ടാണ് ഈ സെന്റൻസിനെ കണ്ടീഷണൽ ക്ലാസ് എന്ന് പറയുന്നത്. ഈ ഇഫ് ചേർന്ന് വരുന്ന ക്ലാസിൻ്റെ പേരാണ് കണ്ടീഷണൽ ക്ലാസ്. ഇതാണ് കണ്ടീഷണൽ ക്ലാസ്. ഇവിടം വരെയുള്ളതാണ് കണ്ടീഷണൽ ക്ലാസ്. ഇഫ് യു പേ ദ ഫീസ്. പക്ഷേ അത് ഇതിന് സെന്റൻസിന് 2 പാർട്ടുണ്ട്. ഇഫ് യു പേ ദ ഫീസ്, ദാറ്റ് ഈസ് പാർട്ട് നമ്പർ 1. വി വിൽ ടീച്ച് യു, ദാറ്റ് ഈസ് പാർട്ട് നമ്പർ 2. അപ്പോൾ ഈ സെന്റൻസിന് 2 പാർട്ട്. ഇഫ് യു പേ ദ ഫീസ് വി വിൽ ടീച്ച് യു. ഇവിടെ നടുക്കൊരു കോമ ഞാൻ ഇട്ടിട്ടുണ്ട്, ശ്രദ്ധിക്കണം. ഇഫ് യു പേ ദ ഫീസ് വി വിൽ ടീച്ച് യു. ഈ സെന്റൻസ് തിരിച്ചു പറഞ്ഞാലും ഗ്രാമറിൽ തെറ്റൊന്നുമില്ല. വി വിൽ ടീച്ച് യു സെക്കൻഡ് പാർട്ട് എടുത്ത് ആദ്യം ഇട്ട്. വി വിൽ ടീച്ച് യു ഇഫ് യു പേ ദ ഫീസ്. നിങ്ങൾ അപ്പോഴും അർത്ഥം ഇത് തന്നെയാണ്. നിങ്ങൾ ഫീസ് കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കും. അപ്പോൾ അതിൽ ഒരു കാര്യം ഗ്യാരണ്ടിയാണ്, പക്ഷേ രണ്ടാമത്തെ കാര്യം കണ്ടീഷനാണ്. നിങ്ങളെ പഠിപ്പിക്കും, വി വിൽ ടീച്ച് യു, അത് ഉറപ്പ്, നോ ചേഞ്ച്. പക്ഷേ അങ്ങനെ പഠിപ്പിക്കണമെങ്കിൽ അതാണ് എങ്കിൽ. ഇഫ് ദർ ഈസ് എ കണ്ടീഷൻ, ഇഫ് യു പേ ദ ഫീസ്, നിങ്ങൾ ഫീസ് കൊടുക്കുകയാണെങ്കിൽ. നിങ്ങൾക്കറിയാമല്ലോ, ഇതുപോലുള്ള സ്വകാര്യ സ്ഥാപനം നടന്നു പോകണമെന്നുണ്ടെങ്കിൽ അതിന് ഫീസ് കൊടുക്കേണ്ടി വരും. കാരണം ഇതിപ്പോൾ നമ്മളെല്ലാവരും ജോലി ചെയ്യുന്ന പൈസയ്ക്ക് വേണ്ടിയാണ്. ഞാൻ ജോലി ചെയ്യുന്ന പൈസയ്ക്ക് വേണ്ടിയാണ്.
നമ്മളെ ജീവിക്കാൻ വേണ്ടി ഇതേ ഉള്ളൂ മാർഗം, അതുകൊണ്ട് നമ്മൾ പഠിപ്പിക്കുന്നു. പക്ഷേ അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഒരു കണ്ടീഷൻ പറയേണ്ടി വരും. അങ്ങനെ നമ്മൾ കണ്ടീഷൻ പറയുമ്പോൾ നിങ്ങൾ നമ്മളോട് സഹകരിക്കണം എന്നതിനിടയ്ക്ക് ഞാനൊന്ന് സൂചിപ്പിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. കാരണം പലരും ഈ കാര്യത്തിൽ ഒരു വിമുഖത കാണിക്കുന്നു എന്നാണ് ഓഫീസിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ. പക്ഷേ അവിടെ നമ്മളെയും കൂടെ ആ ഒരു ചുറ്റുപാടുകൾ നിങ്ങളറിയില്ല. നിങ്ങളെ ചുറ്റുപാട് പോലും എൻ്റെ ചുറ്റുപാടുകളാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് സെൻറ്റൻസിലേക്ക് തിരിച്ചു വരാം, ഗ്രാമറിലേക്ക് തിരിച്ചു വരാം. ഇഫ് യു പേ ദ ഫീസ് വി വിൽ ടീച്ച് യു. അപ്പം ഇവിടെ ഇനി നമ്മൾ ഈ സെൻറ്റൻസിന് ഞാൻ പറഞ്ഞു 2 പാർട്ടുണ്ട്. വാട്ട് ഈസ് ദ ഫസ്റ്റ് പാർട്ട്? ഇഫ് യു പേ ദ ഫീസ്. വാട്ട് ഈസ് ദ സെക്കൻഡ് പാർട്ട്? വി വിൽ ടീച്ച് യു. അതിൽ 2 പാർട്ട് ഈ സെൻറ്റൻസിലുണ്ട്. ആ 2 പാർട്ടിനെ ഡിവൈഡ് ചെയ്യാൻ ഒരു കോമയും ഇട്ടിട്ടുണ്ട്. ഒരു സെൻറ്റൻസിൽ 2 പാർട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ സെൻറ്റൻസിൽ 2 വെർബുണ്ട്. ഒരു സെൻറ്റൻസിന് 3 പാർട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ സെൻറ്റൻസിൽ 3 വെർബുണ്ട്. ഞാൻ ഈ പാർട്ട് എന്ന് പറയുന്നതിനേക്കാളും നല്ലത്, കുറച്ചുകൂടെ നല്ല പ്രയോഗം, ഒരു സെൻറ്റൻസിൽ ഈ വാക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരു സെൻറ്റൻസിൽ ഒരു ക്ലാസ് ഉണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ആ സെൻറ്റൻസിൽ ഒരു വെർബുണ്ട്. ഒരു സെൻറ്റൻസിൽ 2 ക്ലാസ് ഉണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ആ സെൻറ്റൻസിൽ 2 വെർബുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് സയൻസിൽ പഠിച്ച ഒരു കാര്യം, സയൻസിൽ പഠിച്ചിട്ടുള്ള ഒരു തിയറി ഉണ്ട്. ദ നമ്പർ ഓഫ് വെർബ് ഇൻ എ സെൻറ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് ക്ലാസസ് ഇൻ എ സെൻറ്റൻസ്. ഇത് നിങ്ങൾ സയൻസിലെ ഒരു തിയറിയാണ്. ആ തിയറി ഞാനെടുത്ത് ഗ്രാമറിന് വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ദ നമ്പർ ഓഫ് വെർബ്സ് ഇൻ എ സെൻറ്റൻസ് ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് ക്ലാസസ് ഇൻ എ സെൻറ്റൻസ്. എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റൻസിൽ എത്ര വെർബ് ഉണ്ട് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ആ സെൻറ്റൻസിൽ എത്ര ക്ലാസ് ഉണ്ടോ അത്രയും വെർബും ഉണ്ട്. 1 ക്ലാസ് ഉണ്ടെങ്കിൽ 1 വെർബുണ്ട്, 2 ക്ലാസ് ഉണ്ടെങ്കിൽ 2 വെർബുണ്ട്, 3 ക്ലാസ് ഉണ്ടെങ്കിൽ 3 വെർബ്. ഇത് രണ്ടും ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്, ഇൻഡയറക്ട്ലി അല്ല, ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. ദ നമ്പർ ഓഫ് വെർബ്സ് ഇൻ എ സെൻറ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് ക്ലാസസ് ഇൻ എ സെൻറ്റൻസ്. അതാണ് ഇംഗ്ലീഷിൻ്റെ തിയറി. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അറിയാമോ? ഒരു വെർബില്ലാതെ ഒരു ക്ലാസ് ഉണ്ടാവില്ല. അപ്പോൾ ഈ സെൻറ്റൻസിൽ 2 ക്ലാസ് ഉണ്ട്. ദ ഫസ്റ്റ് ക്ലാസ് ഈസ് ഇഫ് യു പേ ദ ഫീസ്. ദ സെക്കൻഡ് ക്ലാസ് ഈസ് വി വിൽ ടീച്ച് യു. സോ ഫസ്റ്റ് പാർട്ടല്ല, ഫസ്റ്റ് ക്ലാസ്. ഇനി ഞാനെല്ലാം ക്ലാസ്സിനെ പറയൂ, പാർട്ട് എന്ന് പറയില്ല. ഇഫ് യു പേ ദ ഫീസ് ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പാർട്ട്, വി വിൽ ടീച്ച് യു ദാറ്റ് ഈസ് സെക്കൻഡ് ക്ലാസ്. അല്ലേ? അപ്പം നിങ്ങൾ ഫീസ് കൊടുക്കുകയാണെങ്കിൽ അതിൽ ഒരു വെർബ് നിൽക്കുന്നുണ്ട്, കൊടുക്കുക, പേ. ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കും, രണ്ടാമത്തെ പാർട്ട്, ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കും. ആ പഠിപ്പിക്കും എന്നുള്ളതിൽ ഒരു വെർബ് നിൽക്കുന്നുണ്ട്, പഠിപ്പിക്കുക, വിൽ ടീച്ച്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇഫ് ക്ലാസിൻ്റെ തിയറി പറയുന്നത്. ഇനി ഞാൻ ഇഫ് ക്ലാസിൻ്റെ തിയറി, വ്യക്തമായും തിയറിയിലേക്കാണ് വരുന്നത്. ഈ ഒന്നാമത്തെ പാർട്ട് നിങ്ങൾ ഒന്നുകൂടെ വായിച്ചു നോക്കണം. ഇഫ് യു പേ ദ ഫീസ്. ഇഫ് എന്ന് പറയുന്നത് കണ്ടീഷനെ കാണിക്കാൻ എഴുതിയിരിക്കുന്ന വാക്കാണ്. അത് കണ്ടീഷനെ കാണിക്കാൻ എഴുതിയിരിക്കുന്ന വാക്കാണ്. യു എന്നെഴുതിയിരിക്കുന്നത് സബ്ജക്റ്റാണ്. പേ എന്ന് എഴുതിയിരിക്കുന്നത് വെർബാണ്. പേ വാട്ട്? ദ ഫീസ്. അത് ഓബ്ജക്റ്റാണ്. അപ്പോൾ ആദ്യത്തെ പാർട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇഫ് യു പേ ദ ഫീസ്, ഇഫ് യു പേ ദ ഫീസ്, അതിൽ ഇഫ് എന്ന് പറയുന്ന ഫസ്റ്റ് വേർഡ് ഗ്രാമറിന് ഉപയോഗിക്കുന്ന, കണ്ടീഷണൽ ക്ലാസ്സിൽ ഉപയോഗിക്കുന്ന വേർഡാണ്. രണ്ടാമത്തെ വേർഡ് യു എന്ന് പറയുന്ന വാക്ക് ഈ സെൻറ്റൻസിലെ സബ്ജക്റ്റാണ്. മൂന്നാമത്തെ വാക്ക് പേ എന്ന് പറയുന്നത് ഈ സെൻറ്റൻസിലെ വെർബാണ്. പേ വാട്ട്? പേ ദ ഫീസ്. അപ്പോൾ ദ ഫീസ് എന്ന് പറയുന്നത് ഈ സെൻറ്റൻസിലെ ഓബ്ജക്റ്റാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലയോ, എസ് പ്ലസ് വി പ്ലസ് ഒ ഫോമുല. ദ ഫോമുല ഈസ് എസ് പ്ലസ്, ആദ്യം സബ്ജക്റ്റ് വരുന്നു, സബ്ജക്റ്റിന് പിന്നാലെ വെർബ് വന്നു, വെർബിൻ്റെ പിന്നാലെ ഓബ്ജക്റ്റ് വന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ഫോമുലയിൽ നിന്നൊരു മാറ്റവുമില്ല. എസ് പ്ലസ് വി പ്ലസ് ഒ. ഒന്നാമത്തെ ക്ലാസ്സിനെ കുറിച്ച് മാത്രമാണ് ഈ പറയുന്നത്, രണ്ടാമത്തെ ക്ലാസ് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, ഈ സെൻറ്റൻസിലെ ഈ വി ഏത് ഫോമിൽ കിടക്കുന്നു, വെർബ് ഏത് ഫോമിൽ കിടക്കുന്നു? ഒരു സംശയമില്ല, വെർബ് V1 ഫോമിലാണ് നിൽക്കുന്നത്.
പേയുടെ 3 ഫോം എന്ന് പറഞ്ഞു നോക്കി. പേ, പെയ്ഡ്, പെയ്ഡ്. പേ ഈസ് V1, പെയ്ഡ് ഈസ് V2. മൂന്നാമത്തെ വാക്കും പെയ്ഡ് തന്നെ, ദാറ്റ് ഈസ് V3. പേ, പെയ്ഡ്, പെയ്ഡ്. PAY പേ, PAID പെയ്ഡ്. PAYD അല്ല, ആരും തെറ്റിപ്പോരുത്. PAY പേ, PAID പെയ്ഡ്, പാസ്റ്റ് ടെൻസ്. പിന്നെ മൂന്നാമത്തത് PAID പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ലേ. അപ്പം ഇവിടെ എഴുതിയിരിക്കുന്നത് B1 ഫോമാണ്. എന്ന് പറഞ്ഞാൽ ഈ ഒന്നാമത്തെ പാർട്ട് കിടക്കുന്നത് പ്രസന്റ് ഫോമിലാണ്. The first class of the sentence is written in the present form. ഇത് നിങ്ങൾ കണ്ടുപിടിക്കാൻ കഴിഞ്ഞു എന്നല്ല, കഴിയണം, കഴിഞ്ഞേ പറ്റൂ. എങ്കിലേ നിങ്ങൾക്ക് ആൻഡ് ഇഫ് ക്ലാസ് സെൻറ്റൻസിൻ്റെ മാർക്ക് കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഏത് ഫോമിൽ എഴുതിയിരിക്കുന്നു, ഏത് ടെൻസ് ഫോമിൽ എഴുതിയിരിക്കുന്നു, ഉത്തരം ഈ സെൻറ്റൻസിൻ്റെ ഒന്നാമത്തെ പാർട്ട് എഴുതിയിരിക്കുന്നത് പ്രസൻറ്റ് ഫോമിലാണ്. പ്രസൻറ്റ് ഫോമാണെന്ന് എങ്ങനെ മനസ്സിലായി? വെർബിനെ നോക്കിയപ്പോൾ മനസ്സിലായി. ഏതാ വെർബ്? വെർബ് പേ. പേ എന്ന് പറയുന്ന V1 ഫോമാണ്. അതുകൊണ്ട് പ്രസൻറ്റ് ഫോം തന്നെ, നോ ഡൗട്ട്. ഇത് പ്രസൻറ്റ് ഫോമാണ്. പേയ്സ് എന്ന് കിട്ടുന്നത് പ്രസൻറ്റ് ഫോമാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. പേയും പേയ്സും തമ്മിൽ നോ ഡിഫറൻസ് അറ്റ് ഓൾ. അപ്പോൾ ഇപ്പോൾ എഴുതിയിരിക്കുന്നത് പേ എന്നാണ്, അത് പ്രസൻറ്റ് ഫോമാണ്. ഈ സെൻറ്റൻസ് എഴുതി. അപ്പോൾ ഈ ക്ലാസിൻ്റെ ടെൻസ് പ്രസൻറ്റ് ഫോം, പ്രസൻറ്റ് ടെൻസ്. ഞാൻ ഇതിനെ പ്രസൻറ്റ് ടെൻസ് എന്ന് തന്നെ പറയാം. ഫസ്റ്റ് ക്ലാസ് ഈസ് റിട്ടൺ ഇൻ പ്രസൻറ്റ് ടെൻസ്. ഓക്കെ, നൗ യു പ്ലീസ് ലുക്ക് അറ്റ് ദ സെക്കൻഡ് സെൻറ്റൻസ്. സെക്കൻഡ് സെൻറ്റൻസ് അല്ല, ദ സെക്കൻഡ് ക്ലാസ്. വി വിൽ ടീച്ച് യു. ദ സെക്കൻഡ് സെൻറ്റൻസ് ക്ലാസ് ഈസ് വി വിൽ ടീച്ച് യു. നിങ്ങളതിൻ്റെ ഗ്രാമർ രീതി എന്ന് പറഞ്ഞ് വി ഈ സെൻറ്റൻസിലെ സബ്ജക്റ്റാണ്. വിൽ ടീച്ച് ഈ സെൻറ്റൻസിലെ വെർബാണ്. ടീച്ച് ഹൂം, ആരെ പഠിപ്പിക്കും? ടീച്ച് യു, ദാറ്റ് ഈസ് ഓബ്ജക്റ്റ്. അപ്പം ഈ രണ്ടാമത്തെ സെൻറ്റൻസ് എഴുതിയിരിക്കുന്നതും ഇതേ ഫോമിൽ തന്നെയാണ് രണ്ടാമത്തെ സെൻറ്റൻസ് എഴുതിയിരിക്കുന്നത്. എസ് പ്ലസ് വി പ്ലസ് ഒ. എസ് പ്ലസ് വി പ്ലസ് ഒ. ആദ്യം കിടക്കുന്ന വാക്ക് വി സബ്ജക്റ്റാണ്. രണ്ടാമത് കിടക്കുന്ന വാക്ക് വിൽ ടീച്ച്, അത് വെർബിനെ കാണിക്കുന്നു. മൂന്നാമത് കിടക്കുന്ന പ്രയോഗം യു എന്ന് പറയുന്നത് ഓബ്ജക്റ്റാണ്. ഓബ്ജക്റ്റാണ് എസ് പ്ലസ് വി പ്ലസ് ഒ. എസ് പ്ലസ് വി പ്ലസ് ഒ ഫോമുല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സെൻറ്റൻസിൽ ഇതിൻ്റെ ടെൻസ് ഏത്? ഈ സെക്കൻഡ് പാർട്ടിൻ്റെ ടെൻസ് ഏത്? വില്ല് ചേർന്ന് വരുന്ന ടെൻസ് ഏത്? നേരത്തെ പറഞ്ഞല്ലോ, വില്ലോ ഷാലോ ചേർന്ന് വരുന്ന ടെൻസ് ഏത്? കമോൺ, വില്ലോ ഷാലോ ചേർന്ന് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ടെൻസ് ഫ്യൂച്ചർ ടെൻസ്. ദ ടെൻസ് ഈസ് ഫ്യൂച്ചർ. വില്ലോ ഷാലോ ചേർന്ന് വരുന്നത് കൊണ്ട് ദ ടെൻസ് ഈസ് ഫ്യൂച്ചർ ടെൻസ്. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടീഷണൽ സെൻറ്റൻസിൻ്റെ ഒരു ഭാഗമായി കഴിഞ്ഞു. അതിൻ്റെ ആൻസർ എന്താണെന്നറിയാമോ? കണ്ടീഷണൽ സെൻറ്റൻസുകളിൽ ഓർത്തു വെച്ചോ, എനിക്ക് പറയാനുള്ള അവസാന ഭാഗത്തേക്ക് ഞാൻ വരികയാണ്. കണ്ടീഷണൽ സെൻറ്റൻസിൻ്റെ തിയറി നമ്പർ 1. കണ്ടീഷണൽ സെൻറ്റൻസിൻ്റെ തിയറി നമ്പർ 1. ഇഫ് വൺ പാർട്ട് ഈസ് പ്രസന്റ് ടെൻസ്, the other part will be future tense. ഇതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇങ്ങനെ തന്നെ വരണം, ഇല്ലെങ്കിൽ ഗ്രാമർ തെറ്റി. നിങ്ങൾ എഡിറ്റിംഗ് എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ എഡിറ്റിംഗ് തെറ്റും. ഇങ്ങനെ തന്നെ വരണം. ഒരു സെൻറ്റൻസ് ഞാൻ പറയുന്നത് കണ്ടീഷണൽ സെൻറ്റൻസിന് വേണ്ടി മാത്രം. ദിസ് തിയറി ഈസ് ഓൺലി ഫോർ കണ്ടീഷണൽ സെൻറ്റൻസ്. എന്ന് പറഞ്ഞാൽ കണ്ടീഷണൽ സെൻറ്റൻസിൽ 2 ക്ലാസ് വരും. ഏതൊരു കണ്ടീഷണൽ സെൻറ്റൻസിലും there will be 2 classes. That means there will be 2 verbs. ഒരു കണ്ടീഷണൽ സെൻറ്റൻസിന് 2 ക്ലാസ് വരും തീർച്ചയാണ്. അപ്പം 2 വെർബും വരും. അതിൽ ഒരു വെർബ് പ്രസന്റ് ടെൻസിൽ കിടക്കുകയാണെങ്കിൽ മറ്റേ വെർബ് ഫ്യൂച്ചർ ടെൻസിൽ നിൽക്കണം. ഒരു ക്ലാസ്സിലെ വെർബ് പ്രസന്റ് ടെൻസിൽ നിൽക്കുകയാണെങ്കിൽ മറ്റേ ക്ലാസ്സിലെ വെർബ് ഫ്യൂച്ചർ ടെൻസിൽ നിൽക്കണം. ഇതാണ് റൂള്. നിങ്ങൾ ഈ റൂൾ അനുസരിച്ച് ആൻസർ ചെയ്താൽ മതി. ഉദാഹരണമായിട്ട്, നീ എന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ അവിടെ വരും. ഒന്ന് അതിൻ്റെ മലയാളം കേൾക്കുക. നീ എന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ അവിടെ വരും.
നിങ്ങൾ ആദ്യം ആ രണ്ടാമത്തെ പാർട്ട് എന്ന് പറഞ്ഞ് ഞാൻ അവിടെ വരും. വരും ഏത് ടെൻസ്? വന്നു എന്നല്ല, വരുന്നു എന്നല്ല, വരും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഏത് ടെൻസ്? ഫ്യൂച്ചർ ടെൻസ്. അപ്പോൾ ഞാനിപ്പോൾ തിരിച്ചെഴുതുകയാണ്. ഞാൻ അവിടെ വരും. ഞാൻ ഐ വരും, വിൽക്കം. അവിടെ there, I will come there. ഇപ്പോൾ സെന്റൻസ് ഇങ്ങനെയായി, I will come there. I will come there. ഞാൻ അവിടെ വരും. ഞാൻ അവിടെ വരും. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ I will come there. Will come future tense. Will come, that is future tense. If I will come, ഞാൻ ആ ഇഫിൻ്റെ സ്മോൾ ലെറ്റർ എഴുതാം. ഇഫിൻ്റെ സ്മോൾ ലെറ്റർ എഴുതാം. I will come there if. ഇനി ഇങ്ങോട്ട് ഡാഷ് ഇട്ടേക്കാണെന്ന് വെച്ചോളൂ. ഇഫ് യു ഡാഷ് മീ, ഇങ്ങനെയാണ് പരീക്ഷയിൽ ക്വസ്റ്റ്യൻ വരുന്നത്. I will come there if you dash me. I will come there if you dash me. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന കുറേ ഓപ്ഷൻസ് ഉണ്ട്. ചിലപ്പോൾ ഓപ്ഷൻ തരില്ല കേട്ടോ. ഓപ്ഷൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇൻവൈറ്റ്സ്, ഇൻവൈറ്റ്, ഇൻവൈറ്റഡ്. ഇതിലേതാണ് ശരി? ഇൻവൈറ്റ്സ്, ഇൻവൈറ്റ്, ഇൻവൈറ്റഡ്. ഇഫ് യു ഡാഷ് ബി. ഒരു കാര്യം ഞാൻ പറയാം. ഒരു കാര്യം, അത് ഇതിന് മാത്രമല്ല, ഈ ഗ്രാമർ ടോപ്പിക്കിന് വേണ്ടി മാത്രമല്ല, എല്ലാ ഗ്രാമർ ടോപ്പിക്കിനും ബാധകമാണ്. ഒരു സെൻറ്റൻസിൽ ഒരു ഡാഷ് വന്നു കഴിഞ്ഞാൽ ആ ഡാഷിൽ ഇങ്ങനെ ഓപ്ഷൻ തന്നിരിക്കുന്നു എന്നും കൂടെ വിചാരിക്കുക. ഒരു സെൻറ്റൻസിന് ഡാഷ് വന്നു കഴിഞ്ഞാൽ ആ ഡാഷിൽ നിങ്ങൾ ഫില്ല് ചെയ്യാനുള്ളതാണ്. നിങ്ങൾ ആ ഡാഷിൽ നോക്കി ഓപ്ഷനിൽ നോക്കി ഇരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾ ആ ഡാഷിൽ നോക്കിക്കൊണ്ടിരുന്നാൽ ഒരു കാര്യമില്ല. പകരം അതിൻ്റെ ക്ലൂ കിടക്കുന്നത് ഈ ഡാഷ് ഇല്ലാത്ത മറുഭാഗത്തോട് നോക്കണം. ഈ ഡാഷ് ഇല്ലാത്ത ഒരു ക്ലാസ് ഉണ്ടല്ലോ, ആ ഡാഷ് ഇല്ലാത്ത ക്ലാസ്സിലോട്ട് നോക്കിയാലേ നമുക്ക് തീരുമാനിക്കാൻ കഴിയത്തുള്ളൂ അവിടെ ഏത് വേണം. അപ്പം ഇവിടെ നോക്കി വേണം ഇവിടെ ഫില്ല് ചെയ്യാനുള്ളത്. അപ്പം ഇഫ് യു ഡാഷ് ദെയർ, ഇൻവൈറ്റ്സ് വേണമോ, ഇൻവൈറ്റ് വേണമോ, ഇൻവൈറ്റഡ് വേണമോ? ഇൻവൈറ്റ്സ് ആണോ, ഇൻവൈറ്റ് ആണോ, ഇൻവൈറ്റഡ് ആണോ? അതിനിപ്പുറത്ത് നോക്കിയാൽ മതി. വിൽ കം എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പം ടെൻസ് ഏത്? ഫ്യൂച്ചർ ടെൻസ്. ഒരു സൈഡ് ഫ്യൂച്ചർ ടെൻസ് വന്നാൽ മറു സൈഡ് എന്താവണം? മറു സൈഡ് പ്രസന്റ് ടെൻസ് ആവണം. അപ്പം പ്രസന്റ് ടെൻസ് അല്ലാത്ത നിങ്ങളാ. ആദ്യം പ്രസന്റ് ടെൻസ് അല്ലാത്ത നിങ്ങളാ. പ്രസന്റ് ടെൻസ് അല്ലാത്തൊരു വാക്ക് ഇതിനകത്തുണ്ട്, ഇൻവൈറ്റഡ്. ഇനി ഇതിലോട്ട് നോക്കണ്ട, കാരണം ഇത് പാസ്റ്റ് ടെൻസ് ആണ്. ഇൻവൈറ്റിൻ്റെ V2 ഫോമാണ്. അപ്പോൾ ഇനി രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് വരത്തുള്ളൂ. ഒന്നുകിൽ ഇൻവൈറ്റ്സ് വരും, അല്ലെങ്കിൽ ഇൻവൈറ്റ് വരും. ഇൻവൈറ്റ്സ് വരും, ഇൻവൈറ്റ് വരും. ഞാൻ പറഞ്ഞല്ലോ, ഇൻവൈറ്റ്സ് എന്ന് പറഞ്ഞാലും ഇൻവൈറ്റ് എന്ന് പറഞ്ഞാലും ഇംഗ്ലീഷിൽ രണ്ടാണെങ്കിലും മലയാളം ഗ്രാമറിൽ ഒന്നാണ്. പക്ഷേ ഇംഗ്ലീഷിൽ മാത്രം അത് രണ്ടാണ്. അവിടെ യെസ് ചേർക്കുന്ന സന്ദർഭങ്ങൾ എപ്പോഴും രണ്ടും പ്രസൻറ്റൻസ് ആണ്. യെസ് ചേർക്കുന്ന സന്ദർഭം എപ്പോഴും, യെസ് ചേർക്കാത്ത സന്ദർഭം എപ്പോഴും. അതിന് ഞാനീ പറയുന്ന കാര്യം നിങ്ങൾ ഓർമ്മിച്ച് വെച്ചേ പറ്റൂ. എവിടെ എസ് ചേർക്കണം, എവിടെ എസ് ചേർക്കണ്ട. എസ് അപ്ലൈ ചെയ്യുന്ന സ്ഥലം എവിടെ, എസ് അപ്ലൈ ചെയ്യാത്ത സ്ഥലം എവിടെ. ഇത് രണ്ട് പ്രസൻറ്റൻസ് ആണെന്ന് ഓർമ്മിക്കുക. ഇൻവൈറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് പ്രസൻറ്റ് ഫോം. ഇൻവൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഓൾസോ പ്രസൻറ്റ് ഫോം. ബട്ട് മലയാളത്തിൽ ഒരു വ്യത്യാസമില്ല, പക്ഷേ ഇംഗ്ലീഷിൽ വ്യത്യാസമുണ്ട്. അതിന് ഞാൻ പറയുന്ന ഈ സെൻറ്റൻസ് നിങ്ങൾ കേട്ടേ പറ്റത്തുള്ളൂ. ഞാൻ പറയുന്ന സെൻറ്റൻസുകൾ ശ്രദ്ധിച്ച് കേട്ടാൽ അതിൻ്റെ വ്യത്യാസം മനസ്സിലാകും. ഐ പ്ലേ ടെന്നീസ്, യു പ്ലേ ടെന്നീസ്, ഹി പ്ലേസ് ടെന്നീസ്, ഷീ പ്ലേസ് ടെന്നീസ്, ദേ പ്ലേ ടെന്നീസ്. ഈ 5 സെൻറ്റൻസ് എന്ന് പറഞ്ഞു നോക്കി. ഐ പ്ലേ ടെന്നീസ്, പ്ലേ എന്നാണേ പറഞ്ഞത്, ഐയുടെ കൂടെ പ്ലേ. വി പ്ലേ ടെന്നീസ്, വിയുടെ കൂടെ പ്ലേ. യു പ്ലേ ടെന്നീസ്, യുവിൻ്റെ കൂടെ പ്ലേ. അപ്പോൾ ഐ വന്നാൽ പ്ലേ, ബി വന്നാൽ പ്ലേ, യു വന്നാൽ പ്ലേ. ഹീയുടെ കൂടെ എത്തിയപ്പോൾ പ്ലേസ്, ഷീയുടെ കൂടെ എത്തിയപ്പോൾ പ്ലേസ്.
പക്ഷേ ദേയുടെ കൂടെ എത്തുമ്പോൾ പ്ലേ. ഐ പ്ലേ, വി പ്ലേ, യു പ്ലേ, ഹി പ്ലേസ്, ഷീ പ്ലേസ്. ഞാനൊന്നുകൂടെ പറയാം. ഐ പ്ലേ. വേണമെന്നുള്ളവർ ഇത് നോട്ട് ചെയ്ത് വയ്ക്കുക. നിങ്ങൾക്കിത് എഡിറ്റിങ്ങിൽ വേണ്ടി വരും. ഐ പ്ലേ, വി പ്ലേ, യു പ്ലേ, ഹി പ്ലേസ്, ഷീ പ്ലേസ്, ദേ പ്ലേ. ഐ സ്റ്റഡി, വി സ്റ്റഡി, യു സ്റ്റഡി, ഹി സ്റ്റഡീസ്, ഷീ സ്റ്റഡീസ്, ദേ സ്റ്റഡി. I write, W-R-I-T-E, write. I write, you write, he writes, she writes, they write. അല്ലേ? I go to school. അത് വി ആവുമ്പോൾ എങ്ങനെ മാറി വരും? ഒരു മാറ്റമില്ല. വി ഗോ ടു സ്കൂൾ. യു ആവുമ്പോൾ എങ്ങനെ മാറി വരും? ഒരു മാറ്റമില്ല. യു ഗോ ടു സ്കൂൾ. പക്ഷേ ഹി ആയാൽ ചെറിയൊരു മാറ്റം വരും. ഹി ഗോ ടു സ്കൂൾ എന്നല്ല, ഹി ഗോസ് ടു സ്കൂൾ. ഷീ ആയാലോ അപ്പോഴും അതുപോലെ തന്നെയാണ്. ഷീ ഗോസ് ടു സ്കൂൾ. ഇനി ദേ ബഹുവചനം വന്നു, അവർ. അപ്പോഴോ ദേ ഗോ ടു സ്കൂൾ. ഐ ഗോ ടു സ്കൂൾ, വി ഗോ ടു സ്കൂൾ, യു ഗോ ടു സ്കൂൾ, ഹി ഗോസ് ടു സ്കൂൾ, ഷീ ഗോസ് ടു സ്കൂൾ, ദേ ഗോ ടു സ്കൂൾ. ദാറ്റ് ഈസ് ഇംഗ്ലീഷ് ഗ്രാമർ. I go to school, we go to school, you go to school, he goes to school, she goes to school, they go to school. അപ്പോൾ ഇതെല്ലാം ഒന്നാണ്. സാധനം ഇതെല്ലാം ഒന്നാണ്. ടെൻസിൽ ഒരു മാറ്റവും ഇല്ല. ഇതെല്ലാം ഒന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഐ വിൽ കം ദെയർ ഇഫ് യു ഡാഷ് മീ. ഇൻവൈറ്റ്സ്, ഇൻവൈറ്റ്, ഇൻവൈറ്റഡ്. അതിൽ ഇൻവൈറ്റഡ് വേണ്ട എന്ന് നമ്മൾ ഓൾറെഡി ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ തീരുമാനം ശരിയുമാണ്. ഇൻവൈറ്റഡ് വേണ്ട എന്നുള്ള നമ്മുടെ തീരുമാനം ശരിയുമാണ്. കാരണം ഇവിടെ ഫ്യൂച്ചർ ടെൻസ് ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഒരു കാരണവശാലും പാസ്റ്റ് ടെൻസ് വരില്ല. ഫ്യൂച്ചർ ടെൻസിൻ്റെ കൂടെ വരാനുള്ളത്, ഇഫ് ക്ലാസ്സിൽ ഫ്യൂച്ചർ ടെൻസിൻ്റെ കൂടെ വരാനുള്ളത് പ്രസന്റ് ടെൻസ് ആണ്. ഇഫ് ക്ലാസ്സിൽ പ്രസന്റ് ടെൻസിൻ്റെ കൂടെ വരാനുള്ളത് ഫ്യൂച്ചർ ടെൻസ്, ഫ്യൂച്ചർ ടെൻസിൻ്റെ കൂടെ വരാനുള്ളത് പ്രസന്റ് ടെൻസ്. അപ്പോൾ ഇവിടെ ഇൻവൈറ്റഡ് വരില്ല. ഇത് രണ്ടിലേതെങ്കിലും ഒന്നേ വരത്തുള്ളൂ. ഒന്നുകിൽ ഇൻവൈറ്റ്സ് വരും, അല്ലെങ്കിൽ ഇൻവൈറ്റ്സ് വരും, അല്ലെങ്കിൽ ഇൻവൈറ്റ് വരും. യുവിൻ്റെ കൂടെ ഏത് വരും? ഇൻവൈറ്റ് ആണോ ഇൻവൈറ്റ്സ് ആണോ? ദ റൈറ്റ് ആൻസർ ഈസ് ഇൻവൈറ്റ്. ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. ദ റൈറ്റ് ആൻസർ ഈസ് ഇഫ് യു ഇൻവൈറ്റ് മീ. അപ്പോൾ ആ സെന്റൻസിൻ്റെ ഉത്തരം ഇതാണ്, ഐ വിൽ കം ദെയർ ഇഫ് യു ഇൻവൈറ്റ് മീ. ദാറ്റ് ഈസ് ദ ആൻസർ. ഏത് റൂള്? ദ റൂള് ഞാൻ ഈ പറഞ്ഞതാണ്. ഇഫ് വൺ സൈഡ് ഓഫ് വൺ ക്ലാസ് ഈസ്, ഇഫ് ക്ലാസ്സിന് മാത്രമാണ് കേട്ടോ, ഇഫ് ക്ലാസ്സിന് വേണ്ടി മാത്രമാണ്. ഇഫ് വൺ ക്ലാസ് ഈസ് പ്രസന്റ് ഫോം, ദ നെക്സ്റ്റ് ക്ലാസ് വിൽ ബി ഫ്യൂച്ചർ ടെൻസ്. ഒരു ക്ലാസ് പ്രസന്റ് ഫോമിൽ നിന്ന് കഴിഞ്ഞാൽ മറ്റേ ക്ലാസ് ഫ്യൂച്ചർ ടെൻസിലായിരിക്കും. ഐ വിൽ റൈറ്റ് അനദർ എക്സസൈസ്. Please write the sentence. If he dash hard, he will get a job. Please read the sentence. If he dash hard, he will get a job. ഇതാണ് സെന്റൻസ്. ഈ സെന്റൻസിന് തുടക്കം കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കണ്ടീഷണൽ സെന്റൻസ് ആണ്. കാരണം സെന്റൻസിന്റെ തുടക്കത്തിൽ ഇഫ് എന്ന് പറയുന്ന വാക്കിലാണ് തുടങ്ങിയിരിക്കുന്നത്. ഇനിയിപ്പോൾ കണ്ടീഷണൽ സെന്റൻസിന്റെ റൂൾ മാത്രം നോക്കിയാൽ മതി. ഇഫ് ഹി ഡാഷ് ഹാർഡ് ഹി വിൽ ഗെറ്റ് എ ജോബ്. ഇതിൽ ഒന്നാമത്തെ പാർട്ടാണ് ഫിൽ ചെയ്യാനുള്ളത്. രണ്ടാമത്തെ പാർട്ട് ഒന്നും ഫിൽ ചെയ്യാനില്ല, അതിൽ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ അതിൽ സബ്ജക്റ്റും വെർബും ഒക്കെ ഉണ്ട്. അതിൽ സബ്ജക്റ്റ് ഏതാ? കോമയ്ക്ക് ശേഷം ഉള്ള പാർട്ടിലെ സബ്ജക്റ്റ് ഏതാ? ഹി വിൽ ഗെറ്റ് എ ജോബ്. ഹി സബ്ജക്റ്റ്, വിൽ ഗെറ്റ് വെർബ്. ഹി വിൽ ഗെറ്റ് വാട്ട്? എ ജോബ്, ദാറ്റ് ഈസ് ഓബ്ജക്റ്റ്.
he, subject, will get verb, will get what? A job. That is object. So the formula of the sentence is S plus V plus O. S plus V plus O. സബ്ജക്റ്റ് ആദ്യം വന്നു, വെർബ് രണ്ടാമത് വന്നു, ഒബ്ജക്റ്റ് വന്നു. നമ്മൾ കണ്ടെപ്പോഴും വരേണ്ടത് ആ വെർബിലാണ്. വെർബ് ഏത് ഫോമിൽ നിൽക്കുന്നു? അപ്പം അതിൻ്റെ ഓപ്ഷൻ കൂടെ ഞാൻ പറയാം. ട്രൈ, ട്രൈസ്, ട്രൈഡ്. ട്രൈ, ട്രൈസ്, ട്രൈഡ്. ഇതാണ് ഓപ്ഷൻസ് വന്നേക്കുന്നത്. ഓപ്ഷൻ ഉണ്ടെങ്കിൽ എല്ലാത്തിനും ഓപ്ഷൻ തരണമെന്നില്ല, ചിലപ്പോൾ വെർബ് മാത്രം തരും. ഇവിടെ ഓപ്ഷൻ ഞാൻ വെറുതെ തരുന്നത് മാത്രമേ ഉള്ളൂ. ഇതിൽ ഏത് വേണമെന്ന് തീരുമാനിക്കണം. ട്രൈ എന്ന് എഴുതണമോ, അതേ ട്രൈസ് എന്ന് എഴുതണമോ, അതേ ട്രൈഡ് എന്ന് എഴുതണമോ? അതിപ്പുറത്ത് നോക്കിയാൽ അറിയാം. ഹി വിൽ ഗെറ്റ് എ ജോബ്. ഏത് ടെൻസ്? ഫ്യൂച്ചർ ടെൻസ്. ഇഫ് ക്ലാസ്സിൽ ഒരു സൈഡിൽ ഫ്യൂച്ചർ ടെൻസ് വന്നാൽ മറു സൈഡിൽ പ്രസന്റ് ടെൻസ് വരണം. ഒരു സൈഡിൽ ഫ്യൂച്ചർ ടെൻസ് വന്നാൽ മറു സൈഡിൽ പ്രസന്റ് ടെൻസ് വരണം. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ മറക്കണം. ആ സാധനം അങ്ങ് വെട്ടിക്കളയാം. ഏത് വേണ്ട? ഒരു കാരണവശാലും നമുക്ക് ആപ്ലിക്കബിൾ അല്ലാത്ത സാധനം ട്രൈഡാണ്. കാരണം ട്രൈഡ് പ്രസൻറ്റ് ഫോം അല്ല, അത് V2 ഫോമാണ്, പാസ്റ്റ് ഫോമാണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻസ് രണ്ടെണ്ണമായി ചുരുങ്ങിയിരിക്കുന്നു. ഒന്നുകിൽ ട്രൈ ആണ് കറക്റ്റ്, അല്ലെങ്കിൽ ട്രൈസ് ആണ് കറക്റ്റ്. ഒന്നുകിൽ ട്രൈ കറക്റ്റ്, അല്ലെങ്കിൽ ട്രൈസ് കറക്റ്റ്. ഇതിലേത് വേണം? സബ്ജക്റ്റിനെ നോക്ക്. ഇഫ് ഹി. ഇനി നിങ്ങൾ പറയണം ട്രൈ ഉപയോഗിക്കുമോ ട്രൈസ് ഉപയോഗിക്കുമോ? ദ റൈറ്റ് ആൻസർ ഈസ് ട്രൈസ്. കാരണം ഹി വന്നതുകൊണ്ട് ട്രൈസ്. ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഐ പ്ലേ, വി പ്ലേ, യു പ്ലേ, ഹി പ്ലേസ്, ഷീ പ്ലേസ്. ഒന്നുകൂടെ പറഞ്ഞേ. ഐ പ്ലേ, യു പ്ലേ, വി പ്ലേ, ഹി പ്ലേസ്, ഷീ പ്ലേസ്, they play. I try, we try, you try, he tries, she tries, they try. I try, we try, you try, he tries, she tries, they try. അപ്പോൾ ഇവിടെ he ആണ് സബ്ജക്റ്റ് വന്നേക്കുന്നത്. So the right answer is tries. So the answer is, if he tries hard, he will get a job. If he tries hard, he will get a job. അപ്പോൾ അതിൻ്റെ മലയാളം വരുന്നത്, അവൻ നന്നായി പരിശ്രമിക്കുകയാണെങ്കിൽ he will get a job. അവനൊരു ജോലി കിട്ടും. കിട്ടിയിട്ടില്ല കേട്ടോ, ഇതുവരെയും കിട്ടിയില്ല. അവന് ജോലി കിട്ടും. പക്ഷേ അവൻ നന്നായിട്ട് പരിശ്രമിക്കുകയാണെങ്കിലേ ഉള്ളൂ. ഒരു കണ്ടീഷൻ വരുന്നുള്ളൂ. If he tries hard, he will get a job. അപ്പോൾ ഞാൻ ഈ ഉദാഹരണത്തോടു കൂടി ഈ ടെൻസ് ഞാൻ നിർത്തുകയാണ്. പ്രസന്റ് ടെൻസ് ഒരു സൈഡിൽ പ്രസന്റ് ടെൻസ് വന്നാൽ മറു സൈഡിൽ ഫ്യൂച്ചർ ടെൻസ് വരും. ഇത് പഠിച്ചു വെച്ചേ പറ്റൂ. കണ്ടീഷൻ ക്ലാസിൻ്റെ ഒരു നിയമമാണ് ഞാൻ പറയുന്നത്. ഞാൻ അടുത്ത സെന്റൻസിലേക്ക്, അടുത്ത ടൈപ്പിലേക്ക് വരികയാണ്. If she invited me, if she invited me, I would attend her marriage. If she invited me, I would attend her marriage. ഇവിടെ നിങ്ങൾ ഒരു സെക്കൻഡിന് പെട്ടെന്ന് ആ രണ്ട് വെർബുകളിലേക്ക് പോവുക. നമ്മുടെ വീഡിയോയുടെ ടൈം ലിമിറ്റഡ് ആണ്. രണ്ട് വെർബുകൾ. ഇഫ് ഷീ ഇൻവൈറ്റഡ് മീ, ദിസ് ഈസ് പാസ്റ്റ് ടെൻസ്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന പ്രസന്റ് ടെൻസ് ആണ്. ഹി വുഡ് അറ്റൻഡ് ദ മാരേജ്. അത് ഇവിടെ എത്തിയപ്പോൾ വിൽ അറ്റൻഡ് എന്ന് പറയുന്നതിന് പകരം വുഡ് അറ്റൻഡ് എന്നായി. ഇതാണ് നമ്മൾ രണ്ടാമത്തെ റൂളിലേക്ക് കടക്കാൻ പോവുകയാണ്. പ്ലീസ് വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ.